ഇന്നത്തെ മാർക്കറ്റ് എക്സ്പെക്ടേഷൻസ് നമ്മളോടൊപ്പം പങ്കുവെക്കാനുമായിട്ട് നമ്മളോടൊപ്പം ഇൻ-ഹൗസ് എക്സ്പേർട്ട് ആയിട്ടുള്ള പ്രദീപ് ചന്ദ്രശേഖരൻ സാർ ചേരുകയാണ്. ഗുഡ് മോർണിംഗ് സാർ, വെൽക്കം ടു ദ ഷോ. Good morning, Anla, and good morning, viewers. സർ, പതിവ് പോലെ തന്നെ യു എസ് വിപണിയിലേക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം നേരിയ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് ശേഷം ഇന്നലെ ഒരു പോസിറ്റീവ് ടോണിലായിരുന്നു സൂചികകളെല്ലാം തന്നെ വ്യാപാരം അവസാനിപ്പിച്ചിരുന്നത്. കൂടുതലായിട്ടൊരു സമ്മിശ്രമായിട്ടുള്ള പാദഫലങ്ങളും ജെറോം പവലിന്റെ പ്രസ്താവനയും ഒക്കെ കൂടുതലായിട്ട് നിക്ഷേപകർ സ്വാംശീകരിക്കുന്നു എന്ന് തന്നെ പറയാം. ഡൗ ജോൺസ് സൂചിക 0.37% നേട്ടം കൈവരിച്ച് 38,521.36 എന്നൊരു റേഞ്ചിൽ ക്ലോസ് ചെയ്തപ്പോൾ നാസ്ഡാക്ക് സൂചിക വളരെ ഫ്ലാറ്റ് ആയിട്ടായിരുന്നു ക്ലോസിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു. 15,609 എന്നൊരു റേഞ്ചിലായിരുന്നു ക്ലോസിംഗ് ലെവലും രേഖപ്പെടുത്തിയിരിക്കുന്നത്. S&P 500 വരുമ്പോഴും 0.23% നേട്ടത്തോടെ 4,954.23 എന്നൊരു റേഞ്ചിലുമാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അമേരിക്കൻ വിപണിയെ സംബന്ധിച്ച് സർ ഇനി മുന്നോട്ടേക്ക് കാണുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള ലെവലുകൾ ഏതൊക്കെയാണ്? So, Anla, undertone in American market continues to be very bullish. ഒരു പ്രോബ്ലം കാണുന്നില്ല. കഴിഞ്ഞ 4-5 സെഷൻസ് ആയിട്ട് നമുക്കൊരു കൺസോളിഡേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ഇന്ന് തിരിച്ച് ശക്തമായിട്ടൊരു ബുള്ളിഷ് വരണമെങ്കിൽ ഇന്നത്തെ ട്രേഡിംഗിൽ 38,800 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ അഗെയിൻ സി അനദർ 200-300 പോയിന്റ് ഗെയിൻ ഓൺ ദ ഡൗ ജോൺസ് ഇൻഡെക്സ്. നമ്മൾ അതേസമയം നാസ്ഡാക്ക് ഇൻഡെക്സ് നോക്കുമ്പോഴേക്ക് അഗെയിൻ നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിലും അണ്ടർടോൺ വളരെ ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. ബട്ട് നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ ഓൾ ടൈം റെക്കോർഡ് ഹൈ 4-5 സെഷൻസിന് മുൻപായിരുന്നു നമുക്ക് കാണാൻ ഇടയായത്. സോ അതിനുശേഷം 17,700 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ട്. അടുത്തൊരു ബൈയിങ് നമുക്ക് ലഭിക്കണമെങ്കിൽ 17,700 റെസിസ്റ്റൻസ് നാസ്ഡാക്ക് 100 ഇൻഡെക്സ് ബ്രേക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കത്തുള്ളൂ. അതിനോടൊപ്പം തന്നെ ക്രൂഡിലേക്ക് വരികയാണെങ്കിൽ ഇന്നിപ്പോൾ ക്രൂഡിൽ ഒരു പോസിറ്റീവ് ആയിട്ടൊരു ടോൺ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും മിഡിൽ ഈസ്റ്റിൽ ഒരു സീസ്ഫയർ പ്രഖ്യാപിച്ചു എന്നതരത്തിലുള്ള വാർത്തകളും ഒക്കെ പുറത്തു വരുന്നു. ക്രൂഡിൽ നിക്ഷേപിക്കുന്നവർ കൂടുതലും അമേരിക്കയിൽ നിന്നുള്ള ഡേറ്റയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്നാണ് ഇപ്പോൾ നിരീക്ഷകർ വിലയിരുത്തുന്നത്. നിലവിൽ WTI ക്രൂഡ് 0.19% നേട്ടത്തോടുകൂടി ബാരലിന് 73.45 എന്നൊരു റേഞ്ചിലും ബ്രെന്റ് 0.15% നേട്ടത്തോട് 78.71 എന്നൊരു റേഞ്ചിലുമാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ക്രൂഡുമായി ബന്ധപ്പെട്ട് സാറിന്റെ മുന്നോട്ടേക്കുള്ള ഒരു വിലയിരുത്തൽ എന്താണ്? WIT ക്രൂഡിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് ആൻഡ് ലോങ് ടേം ട്രെൻഡ് സൈഡ്വേസ് ആയിട്ടാണ് കാണുന്നത്. ബട്ട് അണ്ടർടോൺ ബുള്ളിഷ് ആയിട്ടും ഒരു സ്ലൈറ്റ് ബുള്ളിഷ് ബയസും കാണുന്നുണ്ട്. സോ നമ്മൾ ഈ ഒരു സമയത്ത് പുതിയ ഷോർട്ട് പൊസിഷൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. നമ്മൾ ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ WTI ക്രൂഡിൽ $74 റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. 74 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് ക്രൂഡിന്റെ കേസിൽ $3 നേട്ടം എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ കൈവശം ഉണ്ടെങ്കിൽ നമ്മൾ $71 ആയിരിക്കണം സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്യേണ്ടത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ $71 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേമിൽ നമുക്ക് സെല്ലിംഗ് പ്രഷർ എക്സ്പെക്ട് ചെയ്യാം. അതിനോടൊപ്പം തന്നെ സ്വർണത്തിലേക്ക് വരികയാണെങ്കിൽ ഇന്നിപ്പോൾ സ്വർണം വളരെ ഫ്ലാറ്റ് ആയിട്ടാണ് ആഗോളതലത്തിൽ വ്യാപാരം നടത്തുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നിലവിൽ ട്രൈ ഔൺസിന് $2,050.6 എന്നൊരു നിലവാരത്തിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഏറെക്കുറെ ഇന്നത്തെ ഒരു വ്യാപാര സെഷൻ നോക്കുകയാണെങ്കിൽ വളരെ ഫ്ലാറ്റ് ടോണിൽ തന്നെയാണ് വ്യാപാരം മുന്നോട്ട് പോകുന്നതെന്നും പറയുന്നുണ്ട്. ഏതായാലും ഗോൾഡുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവ് എന്താണ്? ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം നിലവിൽ സൈഡ്വേസ് ആയിട്ടാണ് തുടരുന്നത്. സോ ഷോർട്ട് ടേമിൽ നമുക്കൊരു ബൈയിങ് ട്രിഗർ ഇന്ന് ലഭിക്കണമെങ്കിൽ $2,060 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. $2,060 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 20 to 30 20 മുതൽ $30 നേട്ടം നമുക്ക് സ്വർണത്തിൽ എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ $2,027 സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കണം.
സർ അതിനോടൊപ്പം തന്നെ ആഭ്യന്തര വിപണിയിലേക്ക് വരികയാണ് എന്നത് വളരെ പോസിറ്റീവ് ആയിട്ടൊരു ഡേ ആയിരുന്നു ഇന്നലെ കടന്നു പോയത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. 0.72% നേട്ടം കൈവരിച്ചുകൊണ്ട് 21,929.4 എന്നൊരു റേഞ്ചിലായിരുന്നു നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നലെ ഒരു ഇൻട്രാഡേ ഹൈ നോക്കുകയാണെങ്കിലും 21,951.4 എന്നൊരു റേഞ്ചും ഇൻട്രാഡേ ലോയിലേക്ക് വരികയാണെങ്കിൽ 21,737.55 എന്നൊരു റേഞ്ചുമായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. പൊതുവെ വളരെ പോസിറ്റീവ്, അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നേരിയ തോതിൽ ഒരു വോളറ്റൈൽ ആയിട്ടൊരു വിപണിക്കായിരുന്നു നമ്മൾ സാക്ഷ്യം വഹിച്ചത്. വീണ്ടും ഒരു തിരിച്ച് എക്സാക്ട്ലി ഒരു ബുള്ളിഷ് ട്രെൻഡിലേക്ക് തന്നെയാണോ നിഫ്റ്റി കടന്നു വരുന്നത്? നിഫ്റ്റിയുടെ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് നിഫ്റ്റിയുടെ കേസിൽ നമ്മൾ എന്താ കണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയർ ലെവൽസിലോട്ട് വരുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് വി ആർ സീയിങ് എ ലോട്ട് ഓഫ് പ്രോഫിറ്റ് ടേക്കിംഗ് ഹാപ്പനിങ്. അത് ഒരു വിധത്തിലും നിഫ്റ്റിയുടെ ലോങ് ടേം ട്രെൻഡിനെ ബാധിക്കുന്നില്ല. നിഫ്റ്റി 50യുടെ കേസിൽ നമ്മൾ ഇന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 22,150 പോയിന്റ് ആയിരിക്കും, 22,150. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിഫ്റ്റി 50യിൽ ഒരു 300 മുതൽ 400 പോയിന്റിന്റെ നേട്ടം ഷോർട്ട് ടേമിൽ തന്നെ എക്സ്പെക്ട് ചെയ്യാം. അറ്റ് ദ സെയിം ടൈം നമ്മൾ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു ഫസ്റ്റ് ലെവൽ വിൽ ബി 21,650, 21,650. അതിനെ തുടർന്ന് 21,400 പോയിന്റും ആയിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. നിഫ്റ്റിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിഫ്റ്റിയിൽ ഒത്തിരി പുതിയ സ്റ്റോക്സ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 3-4 മാസത്തിൽ അധികം സപ്പോർട്ട് നൽകാത്ത പല സ്റ്റോക്സിലും നമുക്ക് ഇപ്പൊ പുതിയ ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ IT സ്റ്റോക്സിൽ നമുക്ക് ഓൾറെഡി ഒത്തിരി ബുള്ളിഷ്നെസ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രാസം, ലാർസൻ ആൻഡ് ടൂബ്രോ, ഈ 2 സ്റ്റോക്സിലും കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ട്. ആൻഡ് ദീസ് സ്റ്റോക്സ് ഹവ് കം ടു എൻ എക്സലന്റ് സപ്പോർട്ട് ഏരിയ. അതുപോലെ തന്നെ മാരുതി ഇന്നലെ ഓൾമോസ്റ്റ് 4% നേട്ടം നൽകിയിരുന്നു. സോ ഒരേ ഒരു കൺസേൺ നമ്മൾ നിഫ്റ്റിയെ കുറിച്ച് സ്റ്റഡി ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ദാറ്റ് ദ ബാങ്കിങ് സെക്ടർ, അതായത് പ്രൈവറ്റ് സെക്ടർ ലാർജ് ബാങ്ക്സ്, HDFC ബാങ്ക്, ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക്, കോട്ടക് ബാങ്ക്, ഇതിലൊന്നും തന്നെ പുതിയൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നില്ല ഇതുവരെയ്ക്കും. ബട്ട് ഈ ഒരു സ്റ്റോക്സിലും കൂടെ ഒരു പുതിയ ബൈയിങ് ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ then the Nifty will become very strong. സർ അതിനോടൊപ്പം തന്നെ ഇന്നലെ നിഫ്റ്റി മറ്റു സൂചികളൊക്കെ തന്നെ മികച്ചൊരു പ്രകടനം നടത്താൻ ശ്രമിച്ചപ്പോൾ നിഫ്റ്റി ബാങ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വലിയ തോതിലൊരു ബുള്ളിഷ് അല്ലെങ്കിൽ ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. വളരെ ഫ്ലാറ്റ് ടോണിലാണ് വ്യാപാരവും അവസാനിപ്പിച്ചിരിക്കുന്നത്. 0.29% ഇടിവിൽ 45,690.8 എന്നൊരു റേഞ്ചിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ഒരു ഇൻട്രാഡേ പരിശോധിക്കുകയാണെങ്കിൽ 46,000 എന്നൊരു റേഞ്ച് മറികടക്കാൻ ഇന്നലെ നിഫ്റ്റി ബാങ്കിന് സാധിച്ചിട്ടില്ല. പ്രത്യേകിച്ചും SBI പോലുള്ള ഓഹരികളിലൊക്കെ വലിയ തോതിലൊരു മുന്നേറ്റം ഉണ്ടായി എങ്കിൽ പോലും നിഫ്റ്റി ബാങ്കിൽ അത് പ്രതിഫലിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. നിഫ്റ്റി ബാങ്കുമായി ബന്ധപ്പെട്ട് സർ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള ലെവലുകൾ ഏതൊക്കെയാണ്? ഇനി ഈ ഒരു സൂചികയിൽ നിക്ഷേപകർ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? സോ നിഫ്റ്റി ബാങ്കിങ് സ്റ്റോക്സിൽ പൂർണ്ണമായിട്ട് ഷോർട്ട് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും ഡിസംബർ മാസം മുതൽ ഇന്നലെ വരയ്ക്കും വി ഹാവ് സീൻ എ ഗുഡ് കറക്ഷൻ. സോ ഞാൻ വിശ്വസിക്കുന്നത് കറക്ഷന്റെ അവസാനത്തെ ഒരു സ്റ്റേജിലോട്ട് നമ്മൾ എത്തിക്കഴിഞ്ഞു. അടുത്ത 2-3 ദിവസത്തിനിടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മോണിറ്ററി പോളിസി കമ്മിറ്റി യോഗത്തിന്റെ മിനിറ്റ്സ് പ്രഖ്യാപിക്കും. ആൻഡ് ഐ തിങ്ക് ആ ഒരു മീറ്റിംഗ് നടക്കുന്ന സമയത്തായിരിക്കണം നമ്മൾ വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ബിക്കോസ് അടുത്ത 2-3 ദിവസത്തിനുള്ളിൽ മൈ എക്സ്പെക്ടേഷൻ ഇസ് ദാറ്റ് തിരിച്ച് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ ഒരു റിവൈവൽ റിക്കവറി നടക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസുകൾ 46,800 പോയിന്റ് ആയിരിക്കണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ പുതിയൊരു ഓൾ ടൈം ഹൈ എക്സ്പെക്ട് ചെയ്യാം. സാറിനൊപ്പം തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ടാറ്റ ടെക്നോളജീസുമായി ബന്ധപ്പെട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ പോയിന്റ് ആണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. ടാറ്റ ടെക്നോളജി സംബന്ധിച്ച് നവംബറിൽ ലിസ്റ്റിംഗ് ചെയ്യപ്പെട്ട ആ ഒരു ദിവസം വലിയൊരു തരംഗം തന്നെ ഓഹരികളിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നീട് അങ്ങോട്ട് ഈ ഒരു ഓഹരിക്ക് കാര്യമായ ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ സാധിച്ചില്ല. പ്രത്യേകിച്ചും ഈ ഒരു ദിവസത്തെ ഈ ഒരു 2 മാസത്തെ കണക്കുകൾ പരിശോധിച്ച് തുടർച്ചയായിട്ട് ഇടിവ് രേഖപ്പെടുത്തിയ ഒരു ഓഹരി കൂടിയായിരുന്നു. എന്നാൽ ഇന്നലെ 5.01% വലിയൊരു മുന്നേറ്റം
മുന്നേറ്റമാണ് കാണാൻ സാധിക്കുന്നത്. ഏകദേശം 1135.9 എന്നൊരു റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ടാറ്റ ടെക്നോളജിയിലുള്ള സാറിന്റെ ഒരു ലോങ് ടേം വ്യൂ എന്താണ്? ഈ ഒരു ഓഹരിയിൽ ഇപ്പോൾ ഒരു നിക്ഷേപിക്കാൻ ഒരു അവസരമുണ്ടോ? തീർച്ചയായിട്ടും. സോ ഇന്ത്യൻ IPO മാർക്കറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഒത്തിരി മാസങ്ങളായിട്ട് പറയുന്ന ഒരു വ്യൂ ആ ദാറ്റ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സ് ഈ IPO എല്ലാം ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് അവർ എല്ലാ IPOനെ വളരെ വളരെ ഓവർ പ്രൈസ് ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ടാറ്റ ടെക്നോളജിയുടെ സ്പെസിഫിക് കേസ് എടുത്തു കഴിഞ്ഞാൽ ലിസ്റ്റിംഗിന്റെ സമയത്ത് 1280 രൂപയിലായിരുന്നു ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. ആൻഡ് ഡിസംബറിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഈ സ്റ്റോക്കിൽ ഒരു സെല്ലിംഗ് പ്രഷർ കാണാനും ഇടയായി. ഇന്നലത്തെ ട്രേഡിംഗിൽ 1070 രൂപയ്ക്ക് അടുത്ത് എത്തിയതിനു ശേഷം ശക്തമായിട്ടൊരു പുതിയ ബൈയിങ് ഇൻട്രസ്റ്റ് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. നമ്മൾ ഇതൊരു ട്രേഡിംഗ് സ്പെക്യുലേഷന് വേണ്ടി അല്ല ഈ സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കാൻ ശ്രമിക്കേണ്ടത്. ഒരു ലോങ്ങർ ടേമിന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആണെങ്കിൽ കറന്റ് ലെവൽസിൽ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കാം. സ്റ്റോക്കിന്റെ അടുത്ത 2 മേജർ റെസിസ്റ്റൻസ് കാണുന്നത് ആദ്യത്തെ 1180 അതിനെ തുടർന്ന് 1200 ആൻഡ് അതിനുശേഷം 1280. 1280 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമുക്ക് ഈ സ്റ്റോക്കിൽ ആ ലെവലിൽ നിന്നും ഒരു 300 രൂപയുടെ നേട്ടം എക്സ്പെക്ട് ചെയ്യാം. സർ, അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓഹരി വിപണിയിൽ എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ച മറ്റൊരു ഓഹരി എന്ന് പറയുന്നത് പേടിഎമ്മിന്റെ ഓഹരികളായിരുന്നു. കഴിഞ്ഞ ആഴ്ച റിസർവ് ബാങ്കിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു നടപടികൾ മൂലം വലിയ തോതിൽ ഇടിവ് രേഖപ്പെടുത്തിയ ഏകദേശം തുടർച്ചയായ 2 ദിവസങ്ങളിൽ ലോവർ സെക്യൂരിറ്റിയിൽ എത്തിയ ഒരു ഓഹരി കൂടിയായിരുന്നു പേടിഎം. എന്നാൽ ഇന്നലെ പേടിഎമ്മിൽ വീണ്ടും ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. 3.26% നേട്ടം രേഖപ്പെടുത്തി 452.8 രൂപ എന്നൊരു റേഞ്ചിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പേടിഎമ്മുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഒരു ലോങ് ടേം വ്യൂ എന്താണ്? പേടിഎമ്മിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം വ്യൂ വളരെ വളരെ ബെയറിഷ് ആയിട്ട് കാണുന്നത്. ഇന്നലെ നമ്മൾ കണ്ടിരിക്കുന്ന റിക്കവറി ഈസ് ഓൺലി ഷോർട്ട് കവറിങ്. സോ പേടിഎമ്മിന്റെ കേസിൽ ഒത്തിരി നെഗറ്റീവ്സ് ഉണ്ട്. ആൻഡ് നമുക്ക് ഒരു ക്ലാരിറ്റി ഇല്ല പേടിഎമ്മിന്റെ കേസിൽ അവരുടെ ബിസിനസ് ഈ ലെവൽ ഈ വരും ദിവസങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് പോലും ഒരു ക്ലാരിറ്റിയും ഇല്ല. സോ നമ്മൾ പേടിഎമ്മില് ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഹൈ റിസ്ക് ആയിരിക്കും എടുക്കുന്നത് എന്നുള്ളൊരു കാര്യം മറക്കരുത്. പേടിഎമ്മിന്റെ കേസിലെ മേജർ റെസിസ്റ്റൻസ് ആ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ 545, അതിനുശേഷം 590, അതിനുശേഷം 645. എനിക്ക് തോന്നുന്നില്ല ഈ 645, 660 റെസിസ്റ്റൻസ് സ്റ്റോക്കിനെ ബ്രേക്ക് ചെയ്യാൻ സാധിക്കുമെന്ന്. സർ, അതിനോടൊപ്പം തന്നെ ഇന്നലെ ഇപ്പോൾ സൂചികകളിലേക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഓട്ടോയിൽ വലിയൊരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും നിഫ്റ്റി ഓട്ടോയിൽ ഏറ്റവും അധികം ആ ഒരു മുന്നേറ്റ കോൺട്രിബ്യൂഷൻ നൽകിയിരിക്കുന്നത് മാരുതി സുസുക്കിയാണ്. മാരുതി സുസുക്കി ഇന്നലെ 3.85% നേട്ടത്തോടു കൂടി 10,830 എന്നൊരു റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓഹരിയുടെ ഒരു 52 ഹൈ നോക്കുകയാണെങ്കിൽ ഡിസംബർ 7 രേഖപ്പെടുത്തിയ 10,932.85 രൂപ എന്ന റേഞ്ചാണ്. മാരുതിയുമായി ബന്ധപ്പെട്ട് സാറിന്റെ ലോങ് ടേം വ്യൂ എന്താണ്? എക്സ്ട്രീംലി ബുള്ളിഷ്. മാരുതിയെ ഞാൻ ഒരു ടേൺ റൗണ്ട് സ്റ്റോക്ക് ആയിട്ട് കാണുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 5-6 മാസത്തിനിടെ മാരുതി ഹാസ് ബീൻ അണ്ടർ പെർഫോമിംഗ്. മാരുതി ഇന്നലത്തെ ട്രേഡിംഗിൽ അതിന്റെ റെക്കോർഡ് ഓൾ ടൈം ഹൈ അറൌണ്ട് 10,900 റുപ്പീസിന്റെ അടുത്തോട്ടായിരുന്നു ക്ലോസ് ചെയ്തത്. ഇന്നല്ലെങ്കിൽ ഈ ആഴ്ച തന്നെ ഞാൻ മാരുതിയുടെ കേസിൽ ഒരു പുതിയ ഓൾ ടൈം ഹൈ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഈ സ്റ്റോക്കിൽ നമ്മൾ ട്രേഡിങ്ങിന് വേണ്ടി ശ്രമിക്കരുത്, ഹോൾഡ് ഇറ്റ് ഫോർ ദ ലോങ് ടേം. എന്റെ ഒരു എക്സ്പെക്ടേഷൻ ഈ സ്റ്റോക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് ഈസിക്ക് ഒരു 15-20% റിട്ടേൺ നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. സാറിനൊപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ പാദഫലം പുറത്തുവിട്ട മറ്റൊരു കമ്പനിയായിരുന്നു നൈക്കയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മികച്ച ഒരു ക്വാർട്ടർലി റിസൾട്ടാണ് ഡിസംബർ പാദത്തിൽ കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അറ്റാദായത്തിൽ ഏകദേശം ഇരട്ടിയിലധികം വർധനയാണ് കമ്പനി ഇപ്പോൾ കഴിഞ്ഞ പാദത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അറ്റാദായമായി നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ 16.2 കോടി രൂപയായിരുന്നു അറ്റാദായമായിട്ട് രേഖപ്പെടുത്തിയിരുന്നത്. കഴിഞ്ഞ വർഷം സമാന പാദത്തിൽ 8.2 കോടി രൂപയുടെ സ്ഥാനത്ത് നിന്നാണ് ഇത്ര വലിയൊരു വളർച്ച ഒരു വർഷത്തിനിടയിൽ രേഖപ്പെടുത്താൻ കമ്പനിക്ക്
സാധിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മൊത്തം അറ്റാദായം പരിശോധിക്കുകയാണെങ്കിലും 106% വാർഷിക വളർച്ചയാണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത്. 17.5 കോടി രൂപയാണ് മൊത്ത അറ്റാദായമായിട്ട് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഓഹരികളിലേക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നൈക്കയുടെ ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 0.56% ഇടിവിൽ 160.5 രൂപ എന്നൊരു റേഞ്ചിലായിരുന്നു. ഓഹരിയുടെ ഒരു 50-week ഹൈ നോക്കുകയാണെങ്കിൽ ജനുവരി 10 രേഖപ്പെടുത്തിയ 195.5 എന്നൊരു റേഞ്ചാണ്. നൈക്കയുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഒരു മുന്നോട്ടുള്ള ഒരു വിലയിരുത്തൽ എന്താണ്? ഇന്നത്തെ ഒരു പാദഫലം എങ്ങനെയൊക്കെ ആയിരിക്കും ഇന്നിപ്പോൾ ഓഹരി വിപണിയിൽ പ്രതിഫലിക്കുക? എക്സ്ട്രീംലി ബുള്ളിഷ് വ്യൂ എന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം സ്റ്റോക്സിലായിരിക്കണം നമ്മൾ ആസ് ട്രേഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് ഒരു ലോങ് പൊസിഷൻ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കേണ്ടത്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജനുവരി തുടക്കം മുതൽ ഈ സ്റ്റോക്കിൽ ശക്തമായിട്ടൊരു നല്ലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കറക്ഷൻ നടന്നു കഴിഞ്ഞു. സ്റ്റോക്കിന്റെ ഡൗൺ സൈഡ് റിസ്ക് വളരെ കുറവായിട്ടാണ് ഞാൻ കാണുന്നത്. സ്റ്റോക്കിന്റെ കേസിൽ നമ്മൾ ഇന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു ട്രിഗർ ലെവൽ എന്ന് പറയുന്നത് 165 രൂപയായിരിക്കണം. 165ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ എളുപ്പത്തിന് നമുക്കൊരു 20 രൂപയുടെ നേട്ടമെങ്കിലും എക്സ്പെക്ട് ചെയ്യാം. സർ, അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പാദഫലം പുറത്തുവിട്ട മറ്റൊരു കമ്പനിയായിരുന്നു ബ്രിട്ടാനിയയുടെ. ബ്രിട്ടാനിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഏകദേശം അവരുടെ ഒരു അറ്റാദായത്തിൽ 40% ഇടിവായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. എന്നിരുന്നാൽ പോലും കമ്പനിയുടെ ഒരു മാനേജ്മെന്റ് കമന്ററി പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇത്രയും വളരെ അൺഫേവറബിൾ ആയിട്ടൊരു കണ്ടീഷനിലും കമ്പാരിറ്റീവ്ലി മികച്ചൊരു ക്വാർട്ടർലി റിസൾട്ട് തന്നെയാണ് പുറത്ത് വിട്ടിരിക്കുന്നതെന്നാണ് മാനേജ്മെന്റ് കമന്ററിയിൽ പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ചും അവരുടെ എക്സ്പോർട്ട് ബിസിനസ്, ഇന്ത്യക്ക് പുറത്തേക്കുള്ള ബിസിനസ്സിൽ വളരെ ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് എന്ന് കൂടി പറയുന്നുണ്ട്. കൂടുതലായിട്ട് വരുന്ന പാദങ്ങളിൽ കൂടുതൽ ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് അവരുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കും എന്നുകൂടി ഇപ്പോൾ കമ്പനി പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ബ്രിട്ടാനിയുമായി ബന്ധപ്പെട്ട സാറിന്റെ ഒരു ലോങ് ടേം വ്യൂ എന്താണ്? ഓഹരിയുടെ ഒരു പെർഫോമൻസ് കൂടി നോക്കുകയാണെങ്കിൽ ഇന്നലെ ഓഹരി വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 2.14% ഇടിവിൽ 5015 രൂപ എന്നൊരു റേഞ്ചിലാണ്. ഓഹരിയുടെ ഒരു 50-week ഹൈ നോക്കുകയാണെങ്കിൽ ഡിസംബർ 29 രേഖപ്പെടുത്തിയ 5386.05 എന്നൊരു റേഞ്ചാണ്. ബ്രിട്ടാനിയിൽ സർ ഏതെങ്കിലും തരത്തിലുള്ള നിക്ഷേപിക്കാനുള്ള ഒരു അവസരം കാണുന്നുണ്ടോ? Unfortunately, result has been disappointing. നമ്മൾ ഷോർട്ട് ടേം ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഡിസംബർ മാസത്തിൽ 5360, 5380 ആ ഒരു റേഞ്ച് എത്തിയതിനു ശേഷം സ്റ്റോക്കിൽ ഒരു സെല്ലിംഗ് പ്രഷർ കാണുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻസ് ക്ലോസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല സ്ട്രാറ്റജി. സർ, അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ധാരാളം പ്രേക്ഷകർ ക്വയറീസുമായി എത്തിയിട്ടുണ്ട്. IDFC ഫസ്റ്റ് ബാങ്കുമായി ബന്ധപ്പെട്ട സാറിന്റെ ഒരു വ്യൂ പോയിന്റ് ആണ് ഉണ്ണി മഠത്തിൽ എന്നൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. IDFC ഫസ്റ്റ് ബാങ്കിന്റെ ഓഹരികളെ സർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? സോ IDFC ഫസ്റ്റ് ബാങ്കിൽ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തു വരുന്നുണ്ട്. എങ്കിൽ പോലും നമുക്ക് ആ ഒരു കൺഫർമേഷൻ ഇതുവരെ ലഭിച്ചിട്ടില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 85 രൂപ 25 പൈസയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. ആ ഒരു റെസിസ്റ്റൻസ് ഇന്ന് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈയിങ് അവസരം ലഭിക്കും. ആൻഡ് ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഈ സ്റ്റോക്കിൽ ഷോർട്ട് ടേമിൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 5 rupees നേട്ടം, 5 രൂപയുടെ നേട്ടമെങ്കിലും എക്സ്പെക്ട് ചെയ്യാം. സർ, സനീഷ് ചന്ദ്രൻ എന്നൊരു പ്രേക്ഷകൻ ജിയോ ഫൈനാൻസുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരിയിൽ ഇന്നലെ കഴിഞ്ഞ ദിവസം ഏകദേശം ഒരു 15% ഉയർന്ന ഓഹരി ഇന്നലെ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനായിരുന്നു സാക്ഷ്യം വഹിച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം 6% ഇടിഞ്ഞ് 270.2 എന്നൊരു റേഞ്ചിലായിരുന്നു ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ജിയോ ഫൈനാൻസ് സർവീസുമായി ബന്ധപ്പെട്ട സാറിന്റെ ഒരു ലോങ് ടേം പൊസിഷൻ എന്താണ്? ഈ ഒരു ഓഹരിയിൽ സാർ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ ഏതൊക്കെയാണ്? So Geo Financial, my long-term view continues to be very bullish. But മെഞ്ഞാന്ന് കണ്ട ആ ഒരു വലിയ മുന്നേറ്റത്തിനെ തുടർന്ന് ഇന്നലെ നമുക്ക് അനില പറഞ്ഞ പോലെ പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിച്ചു. സോ ഇന്ന് നമുക്ക് എനിക്ക് തോന്നുന്നില്ല ഈ സ്റ്റോക്കിൽ ഒരു ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് അവസരം ലഭിക്കുമെന്ന്. സ്റ്റോക്കിലെ കറക്ഷൻ തുടരട്ടെ. ആ കറക്ഷൻ നടക്കുന്ന സമയത്ത് വി വിൽ വെയിറ്റ് ആൻഡ് സീ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈയിങ് അവസരം ലഭിക്കുന്നുണ്ടോ എന്ന്.
യെസ് സർ. മറ്റൊരു പ്രേക്ഷകനായിട്ടുള്ള കാർത്തിക് രവീന്ദ്രൻ ത്രിവേണി ടർബൈനുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരിയിൽ ഇന്നലെ 20% ഒരു മുന്നേറ്റമായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. 424.8 എന്നൊരു റേഞ്ചിൽ. എന്നാൽ ഓഹരിയുടെ ഒരു 52 ഹൈ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2023 സെപ്റ്റംബർ 28 രേഖപ്പെടുത്തിയ 456.6 എന്നൊരു റേഞ്ചാണ്. ത്രിവേണി ടർബൈനുമായി ബന്ധപ്പെട്ട സാറിന്റെ ഒരു ലോങ് ടേം പൊസിഷൻ എന്താണ്? സോ ത്രിവേണി ടർബൈൻ്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ഒക്കെ തന്നെ വളരെ ബെയറിഷായി തുടരുന്നു. ഇന്നലത്തെ ശക്തമായ ക്ലോസിനെ തുടർന്ന് there's a high possibility that ഈ സ്റ്റോക്കിന്റെ ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് ടേൺ അറൗണ്ട് ചെയ്ത് ഇറ്റ് വിൽ ബിക്കം ബുള്ളിഷ് എന്ന് എനിക്ക് തോന്നുന്നത്. സ്റ്റോക്കിന്റെ കേസിൽ നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 440. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമുക്ക് ആ കൺഫർമേഷൻ ലഭിക്കും. എങ്കിൽ പോലും ഈ ലെവൽസിൽ ഒന്നും തന്നെ എനിക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് അവസരം ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. യെസ് സർ. നിജി എന്നൊരു പ്രേക്ഷകൻ നെസ്ലെ ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരിയുടെ ഒരു പാദഫലങ്ങൾ ഇന്ന് ഈ ഒരാഴ്ച വരാനിരിക്കെ ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കും 0.27% ഇടിവിൽ 2456 രൂപ എന്നൊരു റേഞ്ചിലാണ്. നെസ്ലെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഒരു വിലയിരുത്തൽ എന്താണ്? നെസ്ലെ ഇന്ത്യയിൽ നമുക്ക് ഈ വർഷത്തിന്റെ ആരംഭം മുതൽ നമുക്ക് നല്ലൊരു കറക്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. 2760 രൂപയ്ക്ക് അടുത്തായിരുന്നു അതിന്റെ ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈ. സോ സ്റ്റോക്കിന്റെ കേസിൽ സ്റ്റോക്കിന് നല്ലൊരു സപ്പോർട്ട് 2420 രൂപയിൽ കാണുന്നുണ്ട്. ലെറ്റ് us just wait for another 1 or 2 days. ആ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന് നോക്കാം. റിസൾട്ട് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അതിന്റെ അടിസ്ഥാനത്തിൽ വി ക്യാൻ ടേക്ക് എ ഡിസിഷൻ ഈ സ്റ്റോക്കിൽ ഒരു ലോങ് പൊസിഷൻ ബിൽഡ് ചെയ്യണോ വേണ്ടോ എന്ന്. സർ. മറ്റൊരു പ്രേക്ഷകനായിട്ടുള്ള ജിജിൽ തോമസ് എന്നൊരു പ്രേക്ഷകൻ ഇന്ത്യൻ ഹോട്ടൽസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരിയെ സംബന്ധിച്ച് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു നേരിയൊരു ഇടിവിലാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഫെബ്രുവരി ഒരു ഫസ്റ്റ് വീക്കിൽ വലിയ തോതിൽ ഒരു പുതിയൊരു 52 ഹൈ ക്രിയേറ്റ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഹോട്ടൽസുമായി ബന്ധപ്പെട്ട് സാറിന്റെ ലോങ് ടേം വ്യൂ എന്താണ്? സോ എൻറ്റയർ ഹോട്ടൽ ഇൻഡസ്ട്രി നോക്കിക്കഴിഞ്ഞാൽ ഐ എം വെരി വെരി പോസിറ്റീവ്, വെരി വെരി ബുള്ളിഷ് ഓൺ ദ എൻറ്റയർ ഹോട്ടൽ ഇൻഡസ്ട്രി. ബട്ട് ഇന്ത്യൻ ഹോട്ടലിന്റെ സ്പെസിഫിക് കേസ് എടുക്കുമ്പോഴേക്കും നവംബർ മാസത്തിൽ അറൌണ്ട് 378 രൂപയ്ക്ക് അടുത്തായിരുന്നു ഇതിന്റെ ഒരു ബോട്ടം കാണാൻ സാധിക്കുന്നത്. ഒക്ടോബർ നവംബർ മാസത്തിൽ ആ ഒരു ബോട്ടം ക്രിയേറ്റ് ചെയ്യുന്നതിന് ശേഷം ഈ സ്റ്റോക്കിൽ ഒരു കറക്ഷൻ നടന്നിട്ടില്ല. ആൻഡ് സ്റ്റോക്ക് നിലവിൽ അതിന്റെ ഒരു റെക്കോർഡ് ഹൈ ലെവൽസിലാണ് ട്രേഡിംഗ് നടത്തി വരുന്നത്. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാം. ബട്ട് ഒരു ഫ്രഷ് ലോങ് പൊസിഷൻ ഈ ഹൈ ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. യെസ് സർ. ബിജി തമ്പി എന്നൊരു പ്രേക്ഷകൻ മാർക്സ് ആൻഡ് ഫാർമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 2.71% നേട്ടത്തിൽ 153.35 എന്നൊരു റേഞ്ചിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 52 ഹൈ റേഞ്ച് ടച്ച് ചെയ്തിട്ടുള്ളത് ജനുവരി 3-ാം തീയതി 179.3 എന്നൊരു റേഞ്ചിലുമാണ്. മാർക്സ് ആൻഡ്സുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വിലയിരുത്തൽ എന്താണ്? സോ മാർക്സിന്റെ കേസിൽ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്യുന്നുണ്ട്. ഈ കമ്പനി ഫൈനാൻഷ്യൽസിനെ കുറിച്ച് എനിക്ക് ഒന്നും തന്നെ അറിഞ്ഞുകൂടാ. ബട്ട് ഈ സ്റ്റോക്കിൽ 160 രൂപ ഇസ് എ മേജർ റെസിസ്റ്റൻസ്. 160 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ ചെയ്യപ്പെട്ടാൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു പുതിയ ഓപ്ഷൻ കൺസിഡർ ചെയ്യാം. സർ. സംഗീത് സന്തോഷ് എന്നൊരു പ്രേക്ഷകൻ GMR ഇൻഫ്രയുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 0.92% നേട്ടത്തിൽ 88.15 എന്നൊരു റേഞ്ചിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 53 ഹൈ നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി 5 രേഖപ്പെടുത്തിയ 89.75 എന്നൊരു നിലവാരമാണ്. GMR ഇൻഫ്രയുമായി ബന്ധപ്പെട്ട് സാറിന്റെ ലോങ് ടേം വ്യൂ എന്താണ്? സോ GMR ഇൻഫ്ര അണ്ടർടോൺ വളരെ വളരെ ബുള്ളിഷ് ആയിട്ട് കാണുന്നത്. അനില സൂചിപ്പിച്ച ഈ 89 രൂപ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമുക്ക് വീണ്ടും ഒത്തിരി അപ്സൈഡ് മൊമെന്റം ഈ സ്റ്റോക്കിൽ എക്സ്പെക്ട് ചെയ്യാം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 79 രൂപ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കുക.
ബിന്ദു എന്നൊരു പ്രേക്ഷക ഇന്ത്യൻ ഓവർസീസ് ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരിയിൽ ഇന്നലെ 8% നേട്ടമാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. 67.8 എന്നൊരു റേഞ്ചാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പുതിയൊരു 52 ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുമുണ്ടായിരുന്നു. 69.8 എന്നൊരു നിലവാരമാണ് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത 52 ഹൈ എന്ന് പറയുന്നത്. ഏതാണ്ട് അതിനടുത്ത് തന്നെയാണ് ക്ലോസും ചെയ്തിരിക്കുന്നത്. IOBയുമായി ബന്ധപ്പെട്ട് സാറിന്റെ ലോങ് ടേം പൊസിഷൻ എന്താണ്? IOBയിലെ ഒരു വീക്ക്നെസ്സും എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. എൻറ്റയർ PSU ബാങ്കിങ് സ്പേസ്, അതായത് എസ്പെഷ്യലി സ്മോൾ PSU ബാങ്ക്സ്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, ഇതിലൊക്കെ അണ്ടർടോൺ വളരെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. എങ്കിലും ദ പ്രോബ്ലം ഇസ് ഷോർട്ട് ടേമിൽ നമ്മൾ ഈ സ്റ്റോക്സിലെ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ആയിരിക്കണം. ആ സമയത്ത് ഒത്തിരി വോളറ്റിലിറ്റി ഉണ്ടാകും. സോ വി ആർ ഗോട്ട് ബി ലിറ്റിൽ ബിറ്റ് കെയർഫുൾ. ലോങ് ടേം ഒരു വീക്ക്നെസ്സും കാണുന്നില്ല. കണ്ടിന്യൂ ടു ഹോൾഡ് ഇറ്റ്. പുതിയ ലോങ് പൊസിഷൻ ഈ ഹൈ ലെവൽസിൽ അഡ്വൈസും ചെയ്യുന്നില്ല. സർ, അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകൻ അശോക് ലെയ്ലാൻഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ ഒരു വ്യൂ പോയിന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 0.14% മാത്രം നേട്ടം രേഖപ്പെടുത്തി 179.5 എന്നൊരു റേഞ്ചിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 52 ഹൈ നോക്കുകയാണെങ്കിൽ ഓഗസ്റ്റ് 16 രേഖപ്പെടുത്തിയ 191.5 എന്നൊരു റേഞ്ചാണ്. അശോക് ലെയ്ലാൻഡുമായി ബന്ധപ്പെട്ട സാറിന്റെ ലോങ് ടേം വിലയിരുത്തൽ എന്താണ്? സോ അണ്ടർടോൺ അശോക് ലെയ്ലാൻഡ് വളരെ ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. ആൻഡ് അശോക് ലെയ്ലാൻഡ് അതിന്റെ റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവൽസിൽ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ആ ഒരു ഹയസ്റ്റ് ലെവൽ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്കൊരു പുതിയ ബൈയിങ് ട്രിഗർ ഇതിൽ ലഭിക്കാൻ പോകുന്നുള്ളൂ. സോ ആ ഒരു ട്രിഗർ നമുക്ക് 192, 93 ആ ഒരു റേഞ്ചിലാണ് കാണുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് ശ്രദ്ധിച്ചിരിക്കാം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ നമുക്ക് പുതിയ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. സാറിനെ ഫ്രീ ആക്കുന്നതിന് മുമ്പ് അവസാനമായിട്ട് യെസ് ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരിയിൽ ഇന്നലെ 11% നേട്ടമാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. 25.45 എന്നൊരു റേഞ്ചിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. 52 ഹൈ നോക്കുകയാണെങ്കിൽ ജനുവരി 16 രേഖപ്പെടുത്തിയ 26.25 രൂപ എന്നൊരു റേഞ്ചാണ്. യെസ് ബാങ്കുമായി ബന്ധപ്പെട്ട് സാറിന്റെ ലോങ് ടേം പെർസ്പെക്റ്റീവ് എന്താണ്? Extremely bullish. So Yes Bank is a potential turnaround story. ആൻഡ് അടുത്ത കുറച്ച് 2 ആഴ്ചകൾക്ക് മുൻപ് ഈ സ്റ്റോക്കിൽ പുതിയൊരു 52 വീക്ക് ഹൈ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. അറൌണ്ട് 26 രൂപ 25 പൈസ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ നമുക്ക് വീണ്ടും ഒത്തിരി മുന്നേറ്റം എക്സ്പെക്ട് ചെയ്യാം. ഷോർട്ട് പൊസിഷൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക.